ഇസ്രായേൽ ഹമാസിനെതിരെ ആക്രമണം തുടങ്ങിയതിനു ശേഷം ചെറുതും വലുതുമായ അനവധി പ്രകടനങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചെങ്കിൽ ഇപ്പോൾ അതിൻ്റെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു. ലോകം രണ്ട് ചേരിയിലേക്ക് മാറുന്നു എന്നുള്ള ഒരു ചിത്രമാണ് ലോകത്തെമ്പാടും നിന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ന് ഒക്ടോബർ 7 ഇന്നാണ് ഈ ഇസ്രായേലികളെ കൊന്നൊടുക്കിയതിൻ്റെ ഒന്നാമത്തെ ദുഃഖപൂർണമായ ഒരു വർഷം കടന്നു പോകുമ്പോൾ മറുവിഭാഗം ഇതിനെ ഇസ്രായേലിൻ്റെ അധിനിവേശമായി കണക്കാക്കിക്കൊണ്ട് അവരും ഒന്നാം വാർഷികമായിട്ട് ആചരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ രാജ്യങ്ങളിൽ വലിയ പ്രകടനങ്ങൾ നടന്നു. ആ പ്രകടനത്തിന് എതിരെയും ആളുകൾ സംഘടിച്ചത് വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. ലണ്ടനിലും ഒപ്പം തന്നെ പാരീസ്, റോം, മനില, കേപ്പ് ടൗൺ, ന്യൂയോർക്ക് സിറ്റി എന്നിവിടങ്ങളിലൊക്കെ വലിയ പ്രകടനം തന്നെയാണ് നടന്നത്. ഇന്തോനേഷ്യയിൽ US എംബസിക്ക് നേരെയായിരുന്നു പ്രതിഷേധക്കാർ ഇരമ്പിയാർത്തത്. ലണ്ടനിൽ പാലസ്തീൻ അനുകൂല പ്രകടനത്തിന് നേരെ ഇസ്രായേലി പതാക വീശിക്കൊണ്ട് കുറേ പേർ രംഗത്തെത്തിയതോടുകൂടിയാണ് സംഘർഷം ആരംഭിച്ചത്. പക്ഷേ പോലീസ് ഇടപെട്ട് 15 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നു. റോമിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതോടെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ഒപ്പം തന്നെ പ്രകടനങ്ങൾ നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു. ജർമ്മനിയിൽ പലസ്തീൻ അനുകൂലികൾ പ്രകടനം നടത്തിയപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഒരു വിഭാഗം രംഗത്തെത്തിയത് വലിയ സംഘർഷത്തിന് ഇടയായിരിക്കുന്നു. ഏതായാലും വലിയ രീതിയിൽ തന്നെ ലോകത്തെ ഇരുവിഭാഗമായി തിരിഞ്ഞിരിക്കുന്നു. ഒന്ന് ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരും മറ്റൊന്ന് പലസ്തീനെ അനുകൂലിക്കുന്നവരും. ഇവർ തമ്മിൽ തെരുവിലേക്ക് ഏറ്റുമുട്ടുന്നത് പല രാജ്യത്തിനും തലവേദനയായി മാറുമ്പോൾ ചില രാജ്യങ്ങൾ തന്നെ ഇന്ന് പലസ്തീൻ ഐക്യദാർഢ്യ ദിനമായി ആചരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട രാജ്യം നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനാണ്. ഒപ്പം തന്നെ മറ്റ് ചില രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക അടക്കം വലിയ രീതിയിലുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ലോകം ഇന്ന് ഭീതിയുടെ ഒരു മുൾമുനയിലാണ്. കാരണം വിവിധ ഭീകര സംഘടനകൾ ഒരുപക്ഷെ ആക്രമണം നടത്താൻ ഈ ദിവസം ഉപയോഗിച്ചേക്കാം, അല്ലെങ്കിൽ ഈ ദിവസം തിരഞ്ഞെടുത്തേക്കാം എന്നൊരു ഭയാശങ്കയിലാണ് ജനം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.